ചർമ്മം എപ്പോഴും ചെറുപ്പമായി ഇരിക്കാനും ചർമ്മത്തിന് തിളക്കം വെച്ചിരിക്കാനും നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ്. ചർമ്മം എപ്പോഴും ബ്രൈറ്റ് ആയിട്ടും ഗ്ലോ ആയിട്ടും ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിന് തന്നെ അത് സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യം ചെയ്താൽ മതി, നിങ്ങൾ ചർമ്മം നല്ലതുപോലെ ബ്രൈറ്റ് ആവുന്നതും ഗ്ലോ ആവുന്നതുമാണ്. അതെന്താണെന്നുള്ളത് ഞാൻ പറയാം കേട്ടോ. അതിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി അമർത്തുമ്പോൾ 3 ഓപ്ഷൻ നിങ്ങളിലേക്ക് വരുന്നതാണ്. ആൻഡ് ഓൾ എന്ന ഓപ്ഷൻ അമർത്തുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ മുടങ്ങാതെ തന്നെ നിങ്ങളിലേക്ക് വരികയുള്ളൂ. നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ റംസാനിയ, ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചർമ്മത്തെ തിളക്കം വെക്കാനും ചർമ്മം നല്ലതുപോലെ ബ്രൈറ്റ് ആവാനും ഗ്ലോ ആവുന്നതിനും ഒക്കെ വേണ്ടി സലൂണിൽ പോയിട്ട് വില കൂടിയ ഫേഷ്യലൊക്കെ ചെയ്യാറുണ്ട്. അതിൻ്റെ ഒരു ആവശ്യവുമില്ല. അടുക്കളയിലുള്ള കുറച്ച് കാര്യങ്ങൾ കൊണ്ട് 3 സ്റ്റെപ്പിൽ ചെയ്യാൻ കഴിയുന്ന കിടിലനൊരു ഫേഷ്യലാണ് ഞാൻ ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഫേഷ്യൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരിക്കലും നിങ്ങൾ സലൂണിൽ പോലും ചെയ്യില്ല. അത്രമാത്രം ചേഞ്ചസ് നൽകുന്ന ഒരു കിടിലനൊരു ഫേഷ്യലാണ് ഷെയർ ചെയ്യുന്നത്. അതെങ്ങനെയാണെന്നും അതെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നൊക്കെ ഉള്ളത് കണ്ടു നോക്കാം. അതിലേക്ക് നമുക്ക് പോകാം. അതിനുവേണ്ടി ഒരു ബൗൾ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അലവേറയുടെ ജെല്ല് ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇതിലേക്ക് നമ്മുടെ ഫസ്റ്റിലത്തെ സ്റ്റെപ്പാണ് കേട്ടോ, അതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതായത് 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ലിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നല്ലപോലെ മിക്സ് ആക്കുക. അങ്ങനെ ഫസ്റ്റിലത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബ് തയ്യാറായിട്ടുണ്ട്. ഇത് 2 ദിവസം നിങ്ങളൊന്ന് അടുപ്പിച്ച് ഈ ഒരു ഫേഷ്യലൊന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ സ്കിന്നിൻ്റെ ചേഞ്ചസ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഞാൻ മിക്സ് ആക്കുകയാണ്. ഓക്കെ, മിക്സ് ആക്കിയിട്ടുണ്ട്. ഫേസിലിട്ടിട്ട് സ്ക്രബ് ചെയ്തിട്ടുള്ള ചേഞ്ചസും ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പായിട്ടുള്ള സ്ക്രബ് അങ്ങനെ തയ്യാറായി. ായിട്ടുള്ള കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ആദ്യം നമുക്ക് ഫേസ് ഒന്ന് സ്ക്രബ് ചെയ്യാം. ഫേസ് നല്ലപോലെ സ്ക്രബ് ചെയ്യുകയാണ്. സ്ക്രബ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യാം. ഒരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഒന്നുകൂടെ ഒന്ന് മുകളിലൂടെ ഒന്ന് ഇത് ചെയ്തിട്ട് കഴുകണ്ട, തുടച്ചാൽ മതി. അടിപൊളി. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ സ്റ്റെപ്പായിട്ടുള്ള കാര്യം തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. രണ്ടാമത്തെ സ്റ്റെപ്പിലേക്ക് വേണ്ടിയുള്ള മസാജിങ് ക്രീം തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 1 ടേബിൾ സ്പൂൺ കോഫി പൗഡർ എടുത്തു വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അലവേറയുടെ ജെല്ലും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ. ഓക്കെ, അങ്ങനെ 1 ടേബിൾ സ്പൂൺ അലവേറയുടെ ജെല്ല് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. അങ്ങനെ നമ്മുടെ മസാജിങ് ക്രീം തയ്യാറായിട്ടുണ്ട്. ഞാൻ ഫേസിലിട്ടിട്ടുള്ള ചേഞ്ചസും ഒക്കെ കാണിക്കാം. സ്കിന്നിൻ്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാനായിട്ട് ഇതിൽ നിന്ന് സാധിക്കുന്നതാണ്. അങ്ങനെ ഞാൻ നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, എന്തായാലും ഞാൻ ഫേസിലിട്ട് മസാജ് ചെയ്തിട്ടുള്ള ചേഞ്ചസും ഒക്കെ കാണിക്കാം. സംഭവം തയ്യാറാക്കിയത് കണ്ടല്ലോ. നമുക്ക് ഫേസിലേക്ക് ആ ഒരു മസാജിങ് ക്രീം ഇട്ട് കൊടുത്ത് ഫേസ് നല്ലപോലെ മസാജ് ചെയ്ത് പിടിപ്പിച്ചിട്ട് കുറച്ച് നേരം നമുക്ക് ഫേസിനെ അനക്കാതെ വിട്ടാൽ മതി. നോർമൽ രീതിയിലാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്. ഭയങ്കര ഹെവി മസാജൊന്നും വേണ്ട. ഓക്കെ, ഫേസിനെ നമുക്ക് തുണിഞ്ഞു മസാജ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കൊന്ന് സ്കിന്നിനെ ഫ്രീ ആയിട്ടൊരു 3 മിനിറ്റത്തേക്ക് വിടാം. 3 മിനിറ്റത്തേക്ക് നമ്മൾ ഫ്രീ ആയിട്ട് വിട്ടിട്ടുണ്ട്. നമുക്കിത് ഒന്ന് തുടയ്ക്കാം. കഴുകണ്ട, ഫേസിനകത്ത് അത് കുറച്ച് നേരം കൂടി ഇരിക്കട്ടെ. ഓക്കെ, തുടച്ചിട്ടുണ്ട്. നമുക്കിനി നമ്മുടെ ഇതിൻ്റെ മുകളിലേക്കുള്ള ഒരു ഷീറ്റ് മാസ്ക് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. നമുക്കിനി 3ാമത്തെ സ്റ്റെപ്പിലേക്ക് നമ്മൾ പോവുകയാണ്. 2 സ്റ്റെപ്പാണുള്ളത്. പക്ഷെ എന്നാലും ഈ ലാസ്റ്റത്തെ ഈ സ്റ്റെപ്പ് ചെയ്യുന്നത് നല്ലതാണ് സ്കിന്നിന്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ചെയ്ത് കാണിക്കുന്നത്. നമുക്ക് ഇപ്പം പല കമ്പനിയുടെ പല സംഭവങ്ങൾ ചേർന്നിട്ടുള്ള ഷീറ്റ് മാസ്ക് ഒക്കെ നിലവിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പക്ഷേ നമ്മുടെ വീട്ടിൽ
ഇതുപോലൊരു ടർക്കി ഉണ്ടെങ്കിൽ, ഞാൻ കഴുകിയിട്ട് എടുത്തിരിക്കുകയാണ്, ചെറിയൊരു ടർക്കി ഉണ്ടെങ്കിൽ ഇപ്പം നിങ്ങളുടെ ഫേസിൻ്റെ ഷേപ്പിന് കട്ട് ചെയ്തിട്ട് വെക്കുകയാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്കിപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഷീറ്റ് മാസ്ക് തയ്യാറാക്കി ഇടാവുന്നതാണ്. കാരണം നമ്മുടെ സ്കിന്നിൻ്റെ കൊളാജൻ ബൂസ്റ്റ് ചെയ്യാൻ എളുപ്പം സഹായിക്കുന്നതാണ് ഷീറ്റ് മാസ്ക് ഫേസിൽ അപ്ലൈ ചെയ്യുന്നത് കൊണ്ട്. ഞാനിപ്പം ചെറിയൊരു ബൗളിൽ റോ മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അതൊരു 7 ടേബിൾ സ്പൂൺ റോ മിൽക്ക് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അലവേറ ജെല്ലും കൂടി ചേർക്കുകയാണ്. 1 ടേബിൾ സ്പൂൺ അലവേറയുടെ ജെല്ലും കൂടി ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ലപോലെ മിക്സ് ആക്കുക. ഇപ്പം ഞാൻ നാച്ചുറൽ ഷീറ്റ് മാസ്ക് ഞാൻ ഉണ്ടാക്കി കാണിക്കാം നിങ്ങളെ. ഇത് അടിപൊളിയാണ്. ഓക്കെ, മിക്സ് ആക്കിയിട്ടുണ്ട്. നമ്മുടെ ഫേസിന് പറ്റുന്ന അനുയോജ്യമായ രീതിയിലുള്ള ഒരു ടർക്കി എടുക്കുക. എന്നിട്ട് അത് ഇതിലേക്ക് മുക്കി വെക്കുക. നമ്മൾ മുക്കി വെക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ ആ ഒരു നമ്മളിപ്പം ചേർത്ത കാര്യങ്ങളൊക്കെ ഈ ഒരു ടർക്കിയിലേക്ക് ചെന്നിട്ട് നമ്മുടെ ഫേസിലേക്ക് ഇടുകയാണെങ്കിൽ നമ്മുടെ ഫേസിന് നല്ലൊരു പുറത്തു നിന്ന് മേടിക്കുന്ന ഷീറ്റ് മാസ്കിനെക്കാട്ടിലും എഫക്റ്റ് കിട്ടുന്നതാണ്. അതുകൊണ്ട് അതെല്ലാം നല്ലോണം പേര് പിടിച്ചിട്ടുണ്ട്. എന്തായാലും നമ്മുടെ അടുത്ത ലാസ്റ്റത്തെ സ്റ്റെപ്പായിട്ടുള്ള ഷീറ്റ് മാസ്ക് ഇട്ടിട്ടുള്ള ചേഞ്ചസും കാണിക്കാൻ നിങ്ങളെ ഞാൻ. മാസ്ക് തയ്യാറാക്കിയത് കണ്ടല്ലോ, നമ്മളത് പിഴിയുക. ഓക്കെ, പിഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫേസിലേക്ക് ഇങ്ങനെ ഇട്ട് കഴുത്തിൻ്റെ ഭാഗത്ത് വെക്കും. ഓക്കെ, അങ്ങനെ കുറച്ച് നേരം വെച്ച് അത് വെച്ച് തന്നെ ഫേസ് തുടച്ച് ഇട്ടാൽ മതി. കണ്ടോ, ഫേസിൻ്റെ ഒരു ചേഞ്ചസ് നിങ്ങൾ കണ്ടല്ലോ ലൈവായിട്ട് തന്നെ. നമ്മൾ 1 മിനിറ്റത്തേക്ക് ഒന്നും തന്നെ ഫേസിന് ഇടണ്ട, കഴുകുകയോ ഒന്നും ചെയ്യണ്ട. ഫേസിന് ഫ്രീ ആയിട്ട് ഇട്ടാൽ മതി. നല്ലൊരു അടിപൊളി ഒരു ഫേഷ്യലാണ്. എന്തായാലും ട്രൈ ചെയ്യണേ. കണ്ടല്ലോ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്നൊക്കെ ഉള്ളത്. ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യണേ കേട്ടോ. ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ സലൂണിൽ പോയി ഒരു ഫേഷ്യലും ചെയ്യില്ല. 3 സ്റ്റെപ്പിൽ തന്നെ നിങ്ങളുടെ ചർമ്മത്തെ ഡെഡ് സ്കിൻ മാറ്റി നല്ല ബ്രൈറ്റ് ആയ ഗ്ലോ ആയ ചർമ്മം നിങ്ങൾക്ക് നേടാനായിട്ട് ഈ ഒരു ഫേഷ്യലിൽ നിന്ന് സാധിക്കും. എന്തായാലും ചെയ്തിട്ടുള്ള റിസൾട്ട് വന്ന് പറയണേ കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കൂ, അതിൻ്റെ മറുപടി പറയുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും ഫാമിലി ഗ്രൂപ്പിലേക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. ഇത് ചെയ്തിട്ടുള്ള റിസൾട്ട് മറക്കാതെ പറയണേ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.